ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ പ്ലസ് ടു ബോർഡ് എക്സാം ഒക്കെ വളരെ നന്നായി എഴുതി ഗംഭീരമായി എഴുതിയിട്ട് വന്നിരിക്കുകയാണെന്ന് അറിയാം. അടുത്തൊരു എക്സാം തീർച്ചയായും നീറ്റ് എക്സാം ഈ വർഷം 2024 നീറ്റ് എക്സാം മെയ് 5-ാം തീയതി നടക്കാൻ പോവാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് റേസ് എയ്ഗൺ ഓൺലൈനിലൂടെ റേസിന്റെ ആപ്പിലൂടെ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് വേണ്ടിയുള്ള അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങളോട് അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. റേസിന്റെ എയ്ഗന്റെ ക്രാഷ് 2024 പ്ലാൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായും ഈ വരുന്ന 25-ാം തീയതി മാർച്ച് 25-ാം തീയതിയാണ് കോഴ്സ് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായും മെയ് 5-ലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു 30-35 ഡേയ്സിന്റെ പ്രിപ്പറേഷൻ ആണ്. അത് വളരെ പ്ലാൻ ചെയ്ത് കൃത്യമായി കൊണ്ടുപോയാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും. തീർച്ചയായും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീമിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. വളരെ എക്സ്പേർട്സ്, ഒരുപാട് കാലം ഓഫ്ലൈനിൽ പഠിപ്പിച്ച് തഴക്കവും പഴക്കവും വന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽസ്, അതാണ് റേസിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അവരുടെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ആപ്പിലൂടെ റേസ് എയ്ഗൺ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ പ്ലാനിലേക്കാണ്. തീർച്ചയായും അതിനെ സെഷനുകളാക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിൽ വരും. ഒപ്പം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എക്സാമുകൾ നിങ്ങൾ എഴുതാനുണ്ട്. സോ എക്സാംസും ക്ലാസ്സുകളുമായിട്ടുള്ള ഒരു പ്ലാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ റിസൾട്ട് ഉറപ്പിക്കാൻ റേസിന് ഏറ്റവും ആത്മാർത്ഥമായ ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് തരാനുള്ള ഒരു പ്ലാനാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. തീർച്ചയായും അതിലേക്ക് കടക്കാം നമുക്ക്. സോ 30 ദിവസം അല്ലേ, ഞാൻ പറഞ്ഞു ക്ലാസ്സുകളുണ്ട്, എക്സാംസ് ഉണ്ട്. അപ്പം ഞാൻ ക്ലാസ്സുകളെ കുറിച്ച് ആദ്യം പറയാം, എന്നതിന് ശേഷം എക്സാമുകളെ കുറിച്ച് പറയാം. അപ്പോൾ 30 ദിവസം നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് വരും. അതിൽ ഓരോ ദിവസവും 2 സെഷൻ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വരിക. എന്ന് പറഞ്ഞാൽ ആകെ 60 സെഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ എയ്ഗന്റെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 30 days 60 സെഷൻസ്. അടുത്തത് അതിൻ്റെ എക്സാംസ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. എക്സാംസിലേക്ക് പോകുമ്പോൾ എക്സാംസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം 2 സെഷൻ ക്ലാസ്സുകളാണുള്ളത്. ആ 2 സെഷൻ ക്ലാസ്സുകളുടെയും എക്സാംസ് പിറ്റേ ദിവസമായി നടക്കും. അപ്പോൾ ഒരു സെഷൻ പഠിച്ച് അതിൻ്റെ എക്സാം പിറ്റേ ദിവസം നടക്കും എന്ന് പറയുന്നത് പോലെ ഓരോ ദിവസവും നമുക്ക് എക്സാംസ് ഉണ്ടാവും. അപ്പോൾ 30 days ഓരോ ദിവസവും നമുക്ക് 30 ക്വസ്റ്റ്യൻസിന്റെ ഓരോ എക്സാമുകൾ നടക്കും. തീർച്ചയായും മാർച്ച് 25-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ ആദ്യത്തെ ഒരു മൊഡ്യൂൾ എക്സാം, അത് നിങ്ങൾക്ക് നീറ്റിന്റെ മോഡലിൽ തന്നെ 200 ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട്, നീറ്റിന്റെ മോഡലിൽ നിങ്ങൾക്ക് അറിയാം 200 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ആ 200 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ആവുന്ന ഒരു ലോങ് എക്സാം ഏപ്രിൽ 1-ാം തീയതി. വീണ്ടും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകും. ഏപ്രിൽ 1-ന് ശേഷം ഏപ്രിൽ 11-ാം തീയതി 2ാമത്തെ സെറ്റ് എക്സാം, അതേപോലെ തന്നെ ഏപ്രിൽ 21-ാം തീയതി 3ാമത്തെ സെറ്റ് എക്സാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഇടയിൽ 2-3 സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഈദ് ഉൽ ഫിത്തർ ഉണ്ട്, വിഷു ഉണ്ട്, പിന്നീട് ഒരു എലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഫെസ്റ്റിവൽസിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ നിങ്ങളുടെ മുന്നിൽ കൈകാര്യം ചെയ്ത് നിങ്ങളോട് അറിയിക്കുന്നതാണ്. ഓരോ ദിവസത്തെ ടൈം ടേബിളും ഡീറ്റെയിൽഡ് ടൈം ടേബിളും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എക്സാമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ എഴുതുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്, ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നത് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സ്പീഡായിട്ട് നമുക്ക് ചെയ്തു പോവേണ്ടതാണ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിൻ്റെ സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. നമ്മൾ അവസാനം മെയ് 5-ലെ എക്സാം ഹാളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപാട് പരീക്ഷകൾ എഴുതി വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. അടുത്തത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് തന്നെയായാലും നമ്മൾ നീറ്റ് എക്സാമിനകത്ത് ഞാൻ പറഞ്ഞു 200 ക്വസ്റ്റ്യൻ എക്സാംസ് ആണ് എഴുതേണ്ടത്. അതിൽ നമ്മൾ അവസാനം ടോപ്പിക്കുകൾ കഴിയും. ഏപ്രിൽ 26 കൂടിയിട്ട് നമ്മൾ ടോപ്പിക്കുകൾ തീർക്കുകയും അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഫുൾ സെറ്റ് എക്സാംസ്, ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 സെറ്റ് ഫുൾ മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എയ്ഗൺ ആപ്പ് റേസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പം അത് ഫുൾ സെറ്റ് എക്സാം 3 hours ഓരോ സെറ്റും നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് എഴുതുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടാവും ടീച്ചേഴ്സ്. നിങ്ങൾക്ക് എപ്പോൾ സംശയങ്ങൾ വന്നാലും പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതിനായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഡൗട്ടുകളും അത് ലൈവ് സെഷനായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ആ എക്സാം വളരെ ഭംഗിയിൽ എഴുതി മെയ് 5-ലെ എക്സാമിലേക്ക് നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട്, ക്ലാസ് മാത്രമല്ല
ക്ലാസ്സിനൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട മെന്റർ സപ്പോർട്ട് എല്ലാ വിധത്തിലും റേസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് മെന്റേഴ്സ്, ഫ്രീ മെന്ററിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് റേസിന്റെ ഏകന്റെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ മാനേജ് ചെയ്ത് വളരെ പരിചയമുള്ള മെന്റേഴ്സ് ആണ് റേസിനുള്ളത്. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്ത് പ്രയാസങ്ങളും നിങ്ങൾക്ക്, എന്ത് ടെൻഷൻസ് ഉണ്ടെങ്കിലും അത് തീർത്ത് എല്ലാം പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ത് തന്നെയായാലും റേസിന്റെ ഏകന്റെ മെന്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റീരിയൽസ് 2 വേയിലാണ്. ഒന്ന് ക്ലാസ് ഡിസ്കഷൻ, ഹോം അസൈൻമെന്റ്. ഈ 2 രീതിയിൽ 3+3 6 ടെക്സ്റ്റ് ബുക്കുകൾ, 6 ബുക്കുകളാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തീർച്ചയായും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. PDF ആയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വരുന്നത്. അതിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നിങ്ങനെയുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്റ്റഡി പ്ലാനും കൂടെ, ഒരു ഡെയിലി റൂട്ടീനും കൂടെ നിങ്ങളോട് പറയാനും കൂടി ശ്രമിക്കുകയാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ അത് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ പ്ലാൻ ഉണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ പ്ലാനിനൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു പ്ലാൻ നിങ്ങൾ വെക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം നമുക്കൊരു നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡെയിലി റൂട്ടീൻ പ്ലാനും കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറയാം. സോ ഡെയിലി റൂട്ടീൻ പ്ലാൻ നമ്മൾ തീർച്ചയായും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളൊരു പ്ലാനാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും വളരെ നേരത്തെ എഴുന്നേൽക്കുകയും നേരത്തെ എഴുന്നേറ്റ് അതിനുവേണ്ടി തയ്യാറെടുക്കുകയും രാത്രി കുറച്ച് കൂടുതൽ സമയം ഇരിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ചും ഏപ്രിൽ മാസം എന്നൊക്കെ പറയുന്നത് ചൂട് കൂടിയ സമയമാണ്. അപ്പൊ രാവിലത്തെ സമയവും രാത്രിയത്തെ സമയവും നന്നായിട്ട് പ്രിപ്പറേഷന് വേണ്ടി കൊടുക്കുക, അല്ലേ? അപ്പൊ രാവിലെ 5 മണിക്ക് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫോളോ ചെയ്യണം, റിസൾട്ട് ഉറപ്പായിരിക്കും. സോ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, 5 മണിക്ക് എഴുന്നേക്കുക, 5:30 മണിക്ക് നമ്മൾ ഒരു പ്രിപ്പറേഷനിലേക്ക് വരാം. 5:30 മണി മുതൽ 7:30 മണി വരെ ഒരു സെൽഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ ഏതാണോ, നമ്മൾ അന്ന് ഞാൻ പറഞ്ഞു ഒരു ദിവസം 2 സെഷനാ ക്ലാസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ സെഷന് വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് പ്രിപ്പറേഷൻ. സോ ടൈം ടേബിൾ നേരത്തെ തന്നിട്ടുണ്ടാവും. ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ NCERT ബേസ് ചെയ്തുകൊണ്ട് ഒരു 2 മണിക്കൂർ അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. പിന്നീട് രണ്ടാമത് വരുന്നത് എക്സാം ആണ്. ഈ എക്സാം എന്ന് പറയുന്നത് 8 മണി മുതൽ 8:30 മണി വരെ അരമണിക്കൂർ എക്സാം ആണ്. തലേ ദിവസം എടുത്ത ടോപ്പിക്കിന്റെ എക്സാം ആണ് അവിടെ വരിക. ഓക്കെ. തലേ ദിവസം നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടാവും. ആ ടോപ്പിക്കിന്റെ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ എക്സാം ആണ് 8 to 8:30 നിങ്ങളുടെ മുന്നിലേക്ക് വരിക. വീണ്ടും 9 to 11 നമ്മൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 9 മണി മുതൽ 11 മണി വരെ സെഷൻ 1 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 സെഷൻ ക്ലാസ് ആണ് ഉണ്ടാകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സെഷന്റെ ക്ലാസ് ആണ് 9 to 11 വരിക. അതിനുശേഷം തീർച്ചയായും ഒരു സെഷൻ കഴിഞ്ഞാൽ നമ്മളൊരു 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്താൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യാനുണ്ടാവും, അല്ലേ? അതിന്റെ പ്രിപ്പറേഷൻ ഒരു 11:30 to 1, ഒരു 1.5 hours വീണ്ടും അതൊന്നുകൂടെ ചെയ്ത് നോക്കുക. അതിനകത്ത് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മളെ മെറ്റീരിയൽസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഇനിയും ചെയ്യുക, വീണ്ടും ചെയ്ത് നോക്കുക. അങ്ങനെ ആ ഒരു പ്രിപ്പറേഷനൂടെ കഴിഞ്ഞാൽ ആ ഒരു സെഷൻ അവിടെ കഴിയുന്നു. പ്ലസ് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ആ സെഷനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ഹോം അസൈൻമെന്റ് ഉണ്ടാവും, അല്ലേ? ഹോം അസൈൻമെന്റിന്റെ മെറ്റീരിയൽ സെപ്പറേറ്റ് തരും. അതൊന്ന് ചെയ്ത് നോക്കുക. ആ ഹോം അസൈൻ 40 to 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. ആ ഹോം അസൈൻമെന്റ് ഒന്ന് ചെയ്ത് വളരെ വൃത്തിയാക്കുക. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിരിക്കും, അത് യൂസ് ചെയ്യാം. ഇതാണ് ഒരു സെറ്റിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. വീണ്ടും അടുത്ത സെറ്റിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. രണ്ടാമത്തെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, ഇത് ക്ലാസ് ആയിരിക്കും, നമ്മൾ ലൈവ് ക്ലാസ് ആയിട്ട് രണ്ടാമത്തെ സെഷൻ വരിക. അതിന് മുമ്പായിട്ട് ഒരു സെൽഫ് പ്രിപ്പറേഷൻ കൊടുക്കുക. സെൽഫ് പ്രിപ്പറേഷൻ കൊടുത്ത് സെഷൻ 2 ക്ലാസ്സിലേക്ക് നിങ്ങൾ രാത്രി 7 മണി മുതൽ 9 മണി വരെയുള്ള ക്ലാസ്, നോയമ്പിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ടൈമിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും. 7 മണി മുതൽ 9 മണി വരെ, ഈ 3:30 മുതൽ 5 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷന്റെ സമയമാണ്. ഈ 9 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് സെഷൻ 2 ക്ലാസ് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്ത് ഒന്നുകൂടെ ആ എടുത്ത ക്ലാസ്സിന്റെ ഒരു സെൽഫ് പ്രിപ്പറേഷൻ 1 hour നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായും അതിന്റെ ഹോം അസൈൻമെന്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഹോം അസൈൻമെന്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസത്തെ ഞാൻ കാണിച്ച സമയം ഓർമ്മിക്കുക. രാത്രി 12 മണിക്കാണ് കഴിയുന്നത്. തീർച്ചയായും 5 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്ലാന് പ്രകാരം 12 മണിക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ബെഡിലേക്ക് പോവുക, വളരെ റിലാക്സ് ചെയ്ത് കിടക്കുക. ഉറക്ക് നിർബന്ധമാണ്. 5 hours ആണ് നിങ്ങൾക്ക് ഇവിടെ ഉറങ്ങാനായിട്ട് ഞാൻ അലോട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് ഉച്ചയ്ക്കൊക്കെ കുറച്ച് സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് ചെയ്യാം. അല്ലാതെ കൂടുതൽ സമയം
ഉറങ്ങിപ്പോവരുത്. നമുക്ക് മെയ് 5-ന് ശേഷം ഒരുപാട് ദിവസം റിലാക്സ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇതൊരു ഡെയിലി റൂട്ടീനായിട്ട് ഞാൻ അല്ലെങ്കിൽ എയ്ഗൺ നിങ്ങളുടെ മുന്നിൽ, റേസ് നിങ്ങളുടെ മുന്നിൽ പ്രിപ്പയർ പറയുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്ലാൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരും. നമ്മൾ ഓരോ ദിവസം, ആദ്യത്തെ ദിവസം പഠിക്കുമ്പോൾ ഒരുപാടൊന്നും നമ്മൾ പഠിച്ചതായിട്ട് തോന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോ ദിവസവും എക്സാംസ് എഴുതുമ്പോൾ മാർക്കുകൾ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് മെയ് 5-ലെ എക്സാമിലേക്ക് പോകുമ്പോൾ നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമ്മൾ കുട്ടികളെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, ഇങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻ പ്ലാനുകളും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മെയ് 5-ന്റെ എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ളൊരു പ്ലാനിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് റേസ് എയ്ഗന്റെ പ്രതീക്ഷ. ഇതിനകത്ത് ഒരു ഓഫറും കൂടെ, വളരെ കിടിലനായിട്ടുള്ള ഒരു ഓഫർ നമ്മൾ പറയാറില്ല, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കിടിലൻ ഓഫറാണ് നിങ്ങളുടെ മുന്നിലേക്ക് റേസ് എയ്ഗൺ വയ്ക്കുന്നത്. 1499 രൂപയ്ക്ക് നമ്മൾ 3999 രൂപയ്ക്ക് തന്ന കോഴ്സ്, ക്രാഷ് കോഴ്സ്, നീറ്റ് ക്രാഷ് കോഴ്സ് ഈ വർഷമാണ് എയ്ഗൺ ഓൺലൈനിലേക്ക് വരുന്നത്. ഈ വർഷം ഓൺലൈനിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ് 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത്. വേറെ ഒന്നുകൊണ്ടുമല്ല, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഗംഭീരമായി നടത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ആ ഒരു ഓഫർ തരുന്നത്. മുഴുവൻ കുട്ടികൾക്കും വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, വളരെ ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത്. വളരെ ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.